ഹെഡ്ജ്. കാര്യം സാമ്പത്തികമാണ്. ഇപ്പോഴും പൈസ തരാനുള്ള സിനിമാക്കാർ 5 ലക്ഷം പെൻഡിങ് ഇട്ടിരിക്കുന്ന 3 വർഷമായ പ്രൊഡ്യൂസർ. എനിക്ക് പണ്ടി ചെക്കൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അതൊക്കെ ചെക്കൊക്കെ വാങ്ങിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് അതിന് പറയില്ല, ഞാൻ പോയില്ല. ഒരു ബിഗ്ഗസ്റ്റ് മിസ്കൺസെപ്ഷൻ എന്തായിരുന്നു ബിഫോർ കമ്മിങ് ടു മൂവീസ്? മേജർ മിസ്കൺസെപ്ഷൻ ഈസ് നിങ്ങളുടെ കഴിവ് മാത്രം മതി, കഴിവുള്ളവൻ ഇവിടെ രക്ഷപ്പെടും എന്നത് തെറ്റാണ്. അവരെല്ലാം ബുദ്ധിമുട്ട് അറിഞ്ഞ് തന്നെ വളരണം. അങ്ങനെ ഒരു ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ഒരാളല്ല. ആ തിയറിയിൽ ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. ഞാൻ ചെരുപ്പിടാതെ ഞാൻ പാടത്തൂടെ നടന്ന് സ്കൂളിൽ പോയിരുന്നു കാലമുണ്ട് എന്നൊരു അച്ഛൻ പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമെന്നില്ല. അതൊരു ബാർഗെയിനാണ്. കുട്ടികളെ മാനസികമായിട്ട് സൈക്കോളജിക്കലി ഒന്ന് പ്രിസണപ്പ് ചെയ്യാനുള്ളൊരു മാർഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വി ആർ നോട്ട് ഇൻ എ ഹെവൻ. അതാദ്യം മനസ്സിലായത്. എവല്യൂഷൻ അങ്ങനെയായിരുന്നു, പരിണാമം അങ്ങനെയായിരുന്നു, കഷ്ടപ്പാടിന്ന് ഉണ്ടായിക്കൊണ്ടത്. ഏറ്റവും ലിമിറ്റഡ് സോഴ്സ് ഉള്ളൊരു ജീവിയാണ് മനുഷ്യൻ. ഓടുക, എവിടെയെങ്കിലും ഇപ്പോൾ ഒളിക്കുക, അതേ ഉള്ളൂ. അന്നേ ഓടിക്കൊണ്ടിരുന്ന മനുഷ്യനാണ്. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ടാഗ് അതെനിക്ക് സെലിബ്രിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ആക്ടർ ഇസ് ഫൈൻ. അങ്ങനെ സെലിബ്രിറ്റി വരുമ്പോൾ സമയത്ത് അവർക്കൊരു പ്രീ ഒക്കുപ്പൈഡ് നോഷൻ ഉണ്ട് ദാറ്റ് വി ആർ റിച്ച് ആൻഡ് വി ഹാവ് മണി. അത് വളരെ റെയർ കേസസിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതൊരു ഭയങ്കര ഹ്യൂജ് സക്സസിലെത്തിക്കുന്ന സീസൺ ആക്ടേഴ്സ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ഫിലിംസ് ഉള്ള അവർക്കുണ്ടാകുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. അൺടിൽ ദെൻ ഇറ്റ്സ് ഓൾവേസ് എ സ്ട്രഗിൾ. ഇപ്പോൾ കണ്ടിന്യൂസ് മൂവി വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പൈസ സാഹചര്യങ്ങളിൽ നിന്ന് ലിഫ്റ്റ് ആവും. സിനിമ ഹാസ് ഗിവൻ മി എ ബെറ്റർ ലൈഫ്. ബെറ്റർ ലൈഫ് ഈസ് ബെറ്റർ മണി. ബെറ്റർ മണി ഈസ് ബെറ്റർ ലൈഫ് സ്റ്റൈൽ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സിനിമയോടുള്ള പാഷൻ കാരണം ടീച്ചിങ് ജോലി വേണ്ടെന്ന് വെച്ച് സിനിമയിലേക്ക് വന്ന ഒരു ആക്ടറാണ്. നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട മൂവീസായ 18-ാം പടി, 12th മാൻ, ഫീനിക്സ് തുടങ്ങിയ മൂവികളിലെ ഭാഗമായ ചന്തുനാഥാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. സോ ചന്തു, വെൽക്കം ടു കാര്യം സാമ്പത്തികമാണ് വിത്ത് അനുശ്രീദാസ്. താങ്ക് യു അനു. പഠിച്ചതും വളർന്നതൊക്കെ ട്രിവാൻഡ്രത്താണ് അല്ലേ? പഠിച്ചത് പൂർണ്ണമായിട്ട് ട്രിവാൻഡ്രത്തല്ല. എൻ്റെ മാസ്റ്റേഴ്സ് എംഫിലൊക്കെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ. പാരൻസ് ഒക്കെ എന്തായിരുന്നു അച്ഛൻ ചെയ്തിരുന്നത്? ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറായിട്ട് റിട്ടയറായി. അമ്മ കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസറാണ്. വൈഫ്? അവൾ റിസർച്ച് ചെയ്യുന്നു ബയോ ഇൻഫർമാറ്റിക്സിൽ. ഷീസ് എ സിംഗർ ടു. ഒരു മോനാണ്. നീലാൻഷ് എന്നാണ് പേര്. നീല എന്നാണ് വിളിക്കുന്നത്. അവനിപ്പം ഫസ്റ്റ് ഗ്രേഡ് കഴിഞ്ഞു, ഇനി സെക്കൻഡിലോട്ട് പോകാൻ നിൽക്കുന്നു. ഇൻസ്പയർഡ് ഓഫ് ലാലേട്ടനാണോ ആ പേര്? അല്ലല്ല, ഇൻസ്പയർഡ് ഓഫ് ലാലേട്ടൻ അല്ല എന്നും പറയാൻ പറ്റില്ല. ആദ്യം എനിക്കൊരു നിള എന്ന പേര് ഒരു മോള് വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ സൗണ്ടിങ് ഇങ്ങനെ നോക്കിയപ്പോൾ നീലാൻഷ് എന്ന് പറഞ്ഞാൽ ശിവൻ്റെ അംശമുള്ളവൻ എന്നെ അർത്ഥം. അപ്പോൾ നീല എന്നാണ് അവനെ വിളിക്കുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഒരു ചെറിയ പേരിലേക്ക് നമ്മൾ എത്തുമല്ലോ. ദെന്നെ റിയലൈസ് അച്ഛനിങ്ങനെ വടക്കൻ വീരഗാഥയുടെ ഇങ്ങനെ ഇതിലാണ് ചന്തു എന്ന് പേരിട്ടതും. അപ്പോൾ നോക്കിയപ്പോൾ നീല എന്നൊരു ലാലേട്ടനൊരു പേരുണ്ടല്ലോ, അത് വളരെ കോൺഫിഡൻ്റിലായിരുന്നു. ഒറ്റ മോനായതുകൊണ്ട് തന്നെ ലൈക്ക് എങ്ങനെയായിരുന്നു വീട്ടിൽ വളർത്തിയതൊക്കെ? ഭയങ്കര റെസ്ട്രിക്റ്റീവ് ആയിട്ടാണോ അതോ എല്ലാം ഫ്രീഡം തന്നിട്ടാണോ? അങ്ങനെ റെസ്ട്രിക്റ്റഡ് ചൈൽഡ്ഹുഡ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ബട്ട് മച്ച് മോണിറ്റേർഡ്. കാരണം ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ അതിനൊരു ഫോക്കസ് വേറെ ആർക്കും ഇല്ലാത്തൊരു മോണിറ്ററിങ് എപ്പോഴും ഉണ്ടായിരുന്നു. ചിലപ്പോൾ അത് നമുക്ക് ഭയങ്കര പ്രഷറായിട്ട് തോന്നും. ചിലപ്പോൾ അതൊരു സഹോദരിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കും. ബിക്കോസ് നമ്മളാണ് പോയിന്റ് ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. പക്ഷേ ഫ്രീഡത്തിനൊന്നും അങ്ങനത്തെ ഒരു ഭയങ്കര ബാഡ് ചൈൽഡ്ഹുഡ് ഒന്നും ഉള്ള ആളല്ല. ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ എപ്പോഴും വീട്ടിൽ ഡിസ്കസ് ചെയ്യുമായിരുന്നു ചെറുപ്പം തൊട്ട്? ലൈക്ക് എങ്ങനെയാണ് അവർ പൈസയൊക്കെ എപ്പോഴും തന്നിരുന്നത്, പോക്കറ്റ് മണിയൊക്കെ ആയിട്ട്? പോക്കറ്റ് മണി എന്നൊരു സിനാരി വരുന്നത് തന്നെ എനിക്ക് കോളേജിലൊക്കെ വന്നതിന് ശേഷം. അല്ലാതെ ഒരു പോക്കറ്റ് മണിയുടെ ആവശ്യമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം നമ്മുടെ സിറ്റി തന്നെ, നമ്മുടെ അറൗണ്ട് ദ ഹൗസ് തന്നെയാണ് നമ്മൾ പഠിച്ചതും എഡ്യൂക്കേഷന്. പിന്നെ കോളേജിൽ വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് കുറച്ച് ആവശ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അമ്മ വിൽ പ്രൊവൈഡ് എന്നെ നൽകും. പിന്നെ ക്രൈസ്റ്റിലൊക്കെ പോയപ്പം അത് നമ്മളൊരു അവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെതും സ്റ്റേയുടേതും ഒക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് ജോലിയില്ലല്ലോ, പഠിത്തമല്ലേ. അപ്പോൾ അമ്മയൊക്കെയാണ്. പിന്നെയാണ് ഞാൻ എംഫിലിൻ്റെ കൂടെ തന്നെ ഞാൻ ജോലി ചെയ്തു. എംഫിൽ ഒരു വൈകുന്നേരത്തെ പരിപാടിയാണ് ക്രൈസ്റ്റിൽ. അപ്പോൾ ഞാൻ അവിടുത്തെ ഇൻ്റർനാഷണൽ സ്കൂളിൽ തന്നെ എനിക്ക് അധ്യാപകനായിട്ട് ജോലി ചെയ്തുകൊണ്ട് വരും. പിന്നെ എൻ്റെതായിരുന്നു. ഇപ്പോഴും ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് ജോയ് എന്നുള്ള ആ ഒരു കഥാപാത്രത്തിലാണോ? ഇപ്പം അത് ഫീനിക്സും കൂടെ ആയി. ഫീനിക്സ്, 12th മാൻ, അങ്ങനെയുള്ള സിനിമകളിൽ നിന്നാണ് കൂടുതൽ ആളുകൾ ഇത് ചെയ്യുന്നത്. പക്ഷെ അവർ ഓർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരെന്നെ ഇപ്പോഴും ഓർക്കുന്നു എന്നുള്ള റീസൺ
ജോയ് ആയിരുന്നു. അതിപ്പോൾ ഒരു ഫ്ലേവർ ആഡ് ചെയ്യുന്ന പോലെ ഫ്രെഡി എന്നൊരു ക്യാരക്ടറും കൂടെ. അപ്പോൾ ഇത് രണ്ടുപേരും ഇത്രയും സോഫാ അതാണ് വെരി ആർട്ടിസ്റ്റിക്കായിട്ട് വയ്ക്കുന്നത്. എപ്പോഴും ലൈക്ക് മൂവീസിലെല്ലാം തന്നെയും സോങ്സ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര നല്ല സോങ്സ് കിട്ടാറുണ്ട്. അപ്പോൾ അത് എന്താ തോന്നിയിട്ടില്ല, അതൊരു ആഡഡ് ഒരു അല്ല, ദാറ്റ്സ് അഡ്വാൻറ്റേജ് വെരി ആയിട്ട്? വലിയ പോസിറ്റീവാണ് അത്. അത് നമ്മൾ ഇഫ് യു തിങ്ക് അബൌട്ട് ദ ഫിലിം ഇൻഡസ്ട്രി ആസ് എ ഹോൾ, നല്ല പാട്ടുകളുള്ള നടന്മാർക്ക് ഭയങ്കര എന്താ പറയുന്നത് സർവൈവലും അവരുടെ വാല്യൂം ഒക്കെ അതിങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കും. സോ ഇഫ് യു ഹാവ് എ സോങ് അതിങ്ങനെ കാലകാലം നിൽക്കുന്നതാണ്. ഇപ്പോൾ ഇറ്റ്സ് ബീൻ 8.5 years സിൻസ് 18 പടി വാസ് ഗോട്ട് റിലീസ്ഡ്. പക്ഷെ അപ്പോഴും തൂമഞ്ഞിപ്പോഴും അങ്ങനെ നിൽക്കുക. കുറേ നാൾ എൻ്റെയും ഒരു റിംഗ് ടോൺ ആയിരുന്നു അത്. ഭയങ്കര ഇപ്പം നമുക്ക് വരുന്ന മെസ്സേജ് ഫുൾ ഫ്രെഡിയെ പറ്റി ഫിനിക്സിനെ പറ്റി പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു ബഞ്ച് ഓഫ് സ്നേഹിതർ അല്ല നമ്മളെ ഫാൻസ് എന്നോ ഒക്കെ പറയാവുന്ന സുഹൃത്തുക്കൾ, ഇഷ്ടപ്പെടുന്നവരും. എനിക്കെന്നാലും ഇപ്പോൾ ഫ്രെഡിയാണ് എന്നൊരു പരിപാടി വരുമ്പോഴത്തേക്ക് എനിക്കിപ്പോഴും ജോയിയാണ് ഏറ്റവും ഇഷ്ടം. ദർ ഇസ് ഓൾവേസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ ജോയ് ആൻഡ് ഫ്രെഡി. സോ യു വർക്ക്ഡ് വിത്ത് ലാലേട്ടനും മമ്മൂക്ക ഒക്കെ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ആൻഡ് ഓൾസോ എന്താണ് വാട്ട് യു ഫെൽറ്റ് അവരുടെ നിന്നൊരു എനിക്ക് ഒരു ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ വാട്ട് ഐ വോണ്ട് ടു അഡോപ്റ്റ് എന്ന് തോന്നി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരുപാടുണ്ട് നമുക്ക് എടുക്കാനും പഠിക്കാനും ഒക്കെ. പക്ഷെ ബേസിക്കലി എന്നെ ഏറ്റവും കൂടുതൽ അതിനെ ഇത് ചെയ്തത് പഠിച്ചത് ദ ടേക്ക് അവേസ് ദർ എന്താ പറയുന്നത്, അവരതിൽ കൊടുക്കുന്നൊരു വളരെ ഇമ്മൻസ് ആയിട്ടുള്ള പാഷനുണ്ട്. വളരെ ദേ ആർ ഗ്രൗണ്ടഡ് ഇൻ ദെയർ ലെവൽ. ഭയങ്കര ഹമ്പിൾഡ് ആളുകളാണ് ടു ദ ആർട്ട് ദേ ആർ ഡൂയിങ്. നമ്മൾ പുറമേ കാണുന്നത് ആളുകളുടെ അടുത്തുള്ള അവരെങ്ങനെയാണ്, അവർ ഭയങ്കര മുകളിലുള്ളവരാണ് എന്നൊക്കെ നമുക്കറിയാം. അവർ ആർട്ടിനടുത്ത്, ആ മീഡിയത്തിനടുത്ത് ഭയങ്കര ഹമ്പിൾഡാണ്. ഡെഡിക്കേറ്റഡ് ടു ദ ആർട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവരിപ്പോഴും നിൽക്കുന്നത്. ഈ നമുക്ക് എല്ലാവർക്കും അറിയാം, അവർക്ക് പൈസയുടെ ഒന്നും അല്ലല്ലോ, പൈസയുടെ ആവശ്യം അവർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പോലുമില്ല. അങ്ങനെ അവർ ദേ ആർ വെരി റിച്ച് പീപ്പിൾ, ദേ ഏൺ ബൈ ഹാർഡ് വർക്ക്. പക്ഷെ അവർ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അവരതിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്ന ആ ഒരു ഹൈ, ദർ ഇസ് എ ഹൈ, അത് ആ ഹൈ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. ലാലേട്ടനൊക്കെ എപ്പോഴും ഭയങ്കര ക്യൂരിയസ് ആണെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? കറക്റ്റ്, വെരി ക്യൂരിയസ്. പിന്നെ ഞാൻ 2 പടം വർക്ക് ചെയ്തു. അത് റാം ആൻഡ് 12th Man. റാം ആണ് ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ അത് ഏറ്റവും റിലീസ് എൻ്റെ സമയം ഒക്കെ. 12th Man നമ്മൾ ഏറ്റവും കുറേ സമയം നമ്മളങ്ങനെ ഒരു റിസോർട്ടിനകത്തും ഒക്കെ ആയിട്ട്. വെരി ക്യൂരിയസ് പേഴ്സൺ, എല്ലാത്തിലും എപ്പോഴും ഒരു ചൈൽഡാണ് ഉള്ളിൽ. അത് നമുക്ക് അങ്ങനെ പറഞ്ഞ് ഷെയർ ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് അല്ല. അത് ജസ്റ്റ് ബി വിത്ത് ദെം ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദേ ടോക്ക്, ഹൗ ദേ ബിഹേവ്, അങ്ങനെ. സോ ബിഫോർ കമ്മിങ് ടു മൂവീസ് ടീച്ചറായിരുന്നു അല്ലേ? സോ വാട്ട് മെയ്ഡ് യു, എന്താണ് ഓക്കെ എനിക്ക് ഈ ഒരു ടീച്ചർ എന്നുള്ള ഇത് മതിയാക്കിയിട്ട് എനിക്കൊരു മൂവിയിലേക്ക് വരണം, ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരണം എന്ന് തോന്നിയത്? അതൊരു ഓൾ ഓഫ് എ സഡൻ സംഭവിക്കുന്ന ഒരു പാഷനല്ല. നമ്മൾ കൊച്ചിലോട്ടെ എന്നെ സ്റ്റേജിൽ കൊണ്ടുപോയാണ് എൻ്റെ അച്ഛനും അമ്മയും. എല്ലാ പരിപാടിയും കുഞ്ഞിലോട്ടെ, യൂത്ത് ഫെസ്റ്റിവൽസിന്, സ്കൂളിലെ കലാപരിപാടികൾക്ക്, അങ്ങനെ ഒരു അക്കാഡമിക് മാത്രം ഒരു സൈഡുള്ള ഒരു ആളെ ആയിരുന്നില്ല. അതിനേക്കാൾ കൂടുതലായിരുന്നു എൻ്റെ ഇഷ്ടം ഫോർ ദ സ്റ്റേജ്, ഫോർ ദ പെർഫോമൻസസ്, ഫോർ ദ ആർട്ട്. അത് അവർ അച്ഛനും അമ്മയും ബിൽഡ് ചെയ്തെടുപ്പിച്ച ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. സ്വാഭാവികമായിട്ട് അതെല്ലാം കഴിഞ്ഞ് എല്ലാ പ്രായത്തിലും ഒന്നുണ്ട്. സ്കൂളിൽ, കോളേജിൽ, നമ്മൾ അല്ലാതെ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കാൻ പോകുമ്പോൾ എല്ലാം അതുണ്ടായിരുന്നത്. ബട്ട് നമ്മളിങ്ങനെ നമ്മുടെ പ്രായം ഇതാകുന്നതോറും, നമ്മൾ മെച്യൂർ ആകുന്നതോറും നമ്മൾ തിങ്ക് ചെയ്യും, ഇതെങ്ങനെയാണ് എൻ്റെ കഴിവിനെ ഒരു വലിയ ഓഡിയൻസിലേക്ക് എങ്ങനെ എത്തിക്കാം, ഏറ്റവും നല്ല മീഡിയം ഏതാണ്, നമ്മളെവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്, നമ്മുടെ സിഗ്നേച്ചർ എവിടെയാണ് വേണ്ടത്. ഈസ് ഡൂയിങ് പ്ലേസ്, ഈസ് ഡയറക്റ്റിംഗ് തിയേറ്റർ. പക്ഷേ അഗൈൻ ഇറ്റ്സ് ലിമിറ്റഡ്. സോ നമുക്ക് ഒരു വളരെ ആർട്ടിസ്റ്റിക് ഗ്രീഡ് വരും. സോ ഐ ഹാവ് ടു പ്ലേസ് മൈസെൽഫ് ആൻഡ് പീപ്പിൾ ഷുഡ് സീ വട്ട് ഹാവ് കോൺട്രിബ്യൂട്ട് ആൻഡ് ഫോർ എ ബെറ്റർ ലൈഫ്. സോ അതാ ടീച്ചിങ്. അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് സിനിമയിലേക്ക് വന്നതോ ഒരു ഓപ്ഷനോ അതൊന്നും അല്ല. ടീച്ചിങ് ഈസ് നമ്മളൊരു അക്കാഡമിക്, ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടുള്ളൊരു ഫാമിലി അല്ല അത്. അപ്പോൾ നമുക്കത് ഇത്രത്തോളം അത് പെർസ്യൂ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. സോ വാട്ട് എവർ മൈ പാഷൻ ഈസ് അത് ചെയ്യുക. അതിൻ്റെ കൂടെ എപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ എന്ന് തോന്നുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ ജോലിയൊക്കെ തുടങ്ങിയതിന് ശേഷം, കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആക്ച്വലി ഞാൻ സിനിമ സീരിയസ് ആയിട്ട് ഞാൻ ഇറങ്ങിയത്. ക്വിറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്നത്. അത് ഈ നമ്മുടെ ഒരു
വീട്ടുകാരോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് വൈഫോടൊക്കെ സോ ആ സമയത്ത് ഒരു സ്റ്റേബിൾ ഇൻകം ഉള്ളൊരു ആളായിരുന്നു ഇതിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ യു വറീഡ്? ആബ്സല്യൂട്ട്ലി വറീഡ് അല്ല, നമുക്ക് എപ്പോഴും ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവും. വറീഡിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് അമ്മ ഇറ്റ്സ് കോളേജ്, അപ്പോൾ അവർ നോക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. സോ ആദ്യം അതിന് പെട്ടെന്ന് തന്നെ നെറ്റൊക്കെ ക്വാളിഫൈഡ് ആയി. സോ ദീസ് പീപ്പിൾ വെയർ ആംഡ് ഫോർ മീ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അവരെന്നെ ഇത് എക്യുപ്പ് ചെയ്യാൻ വേണ്ടി ആബ്സല്യൂട്ട്ലി ഗ്രേറ്റ്ഫുൾ. ഭയങ്കര സപ്പോർട്ട് ഉദ്ദേശിക്കുന്നത് ഇൻ കണ്ടീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഒറ്റ കുട്ടിയുടെ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞ പോലെയാണ്, മോണിറ്ററിങ് ഇസ് ഹൈ ബട്ട് യു ആർ നോട്ട് അണ്ടർ എന്ന് പറയുന്ന ഒരു കൺഫൈൻമെൻറ്റിൻ്റെ അകത്തൊരുന്നല്ല. മോണിറ്ററിങ് വിൽ ബി ദർ ഇസ് നോ അതർ ഓപ്ഷൻ ഫോർ ദം. ആരിലാണ് ഒരു വെയിറ്റേജ് കൊടുക്കേണ്ടത്? വേറെ മകനോ മകളോ ഒന്നും ഇല്ലാത്തിടത്തോളം കാലം എൻ്റെ ഭാവിയാണ് അവർക്ക്. ഇപ്പോൾ അതെനിക്കിപ്പോൾ ഒരു മോനുണ്ടാകുമ്പോൾ എനിക്ക് കൃത്യം മനസ്സിലാക്കാം. അന്ന് എനിക്കത് കിട്ടില്ല, ഇപ്പോൾ എനിക്കറിയാം അതിന് എന്തുകൊണ്ടാണ് അവർ ഇത് ചെയ്യുന്നത്. സോ അവർ, ഞാനൊരു കുറച്ച് നാളത്തെ ബ്രേക്ക് ചോദിച്ചപ്പോഴത്തേക്കും നിങ്ങൾ ഇനി എടുത്തോ, നമുക്ക് നോക്കാം ഹൗ ഇറ്റ് ഗോസ്, എന്നിട്ട് നമുക്ക് തിരിച്ചു. മേ ബി ദേ വെർ ഷുവർ ദാറ്റ് ഈവൻ ഇഫ് ഞാനങ്ങനെ പറ്റിയില്ലെങ്കിൽ പോലും ഐ ഹാവ് എ ജോബ് ദെയർ, ഐ വിൽ ഗോ ബാക്ക് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് എനിക്ക് നല്ല സിനിമ വരണമെന്നാണ്, വേറെ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും ആക്ടേഴ്സിനെ കാണുന്നത് ആൾക്കാർ ഒരു സക്സസ് ആയി വന്നു കഴിയുമ്പോഴാണ് ദേ സീ യു അല്ലേ? പക്ഷെ ആ ഒരു ഹാർഡസ്റ്റ് ടൈംസിനെ കുറിച്ച് വാട്ട് യു ഹാവ് ടു ടെൽ? ഇതൊരു ഭയങ്കര ട്രിക്കി ഫീൽഡാണ്. ഇവിടെ വന്നിട്ട് ഈ പറയുന്ന പോലെ വേർ യു ആർ, നമ്മൾ എവിടെയാണ്, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ചുറ്റുമുള്ളത്, നമ്മൾക്ക് സിനിമയിലുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. അപ്പം നമ്മൾ എത്തിച്ചേരുന്ന പ്രോജക്റ്റുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഒരു കോമൺ പെർസെപ്ഷനാണ് നമ്മളൊരു സോ കോൾഡ് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ടാഗ് അത് എനിക്കിതിന്, സെലിബ്രിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ആക്ടർ ഇസ് ഫൈൻ. അങ്ങനെ സെലിബ്രിറ്റി വരുമ്പോൾ സമയത്ത് അവർക്കൊരു പ്രീഒക്കുപ്പൈഡ് നോഷനുണ്ട് ദറ്റ് വി ആർ റിച്ച് ആൻഡ് വി ഹാവ് മണി എന്നുള്ള. അത് വളരെ റെയർ കേസസിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതൊരു ഭയങ്കര ഹ്യൂജ് സക്സസ്സിലെത്തിക്കുന്ന സീസൺ ആക്ടേഴ്സായിട്ടുള്ള കണ്ടിന്യൂസ് ഫിലിംസ് ഉള്ള അവർക്കുണ്ടാകുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. ദേ സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ആൻഡ് അങ്ങനെയാണ് അങ്ങനെ സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത്. അൺടിൽ ദെൻ ഇറ്റ്സ് ഓൾവേസ് എ സ്ട്രഗിൾ. ഇപ്പോൾ കണ്ടിന്യൂസ് മൂവി വന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പൈസ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ലിഫ്റ്റ് ആവും. സോ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, സിനിമ ഹാസ് ഗിവൻ മി എ ബെറ്റർ ലൈഫ്. ബെറ്റർ ലൈഫ് ഈസ് ബെറ്റർ മണി. ബെറ്റർ മണി ഈസ് ബെറ്റർ ലൈഫ് സ്റ്റൈൽ. അതിൽ എൻ്റെ കുഞ്ഞിന് പ്രൊവൈഡ് ചെയ്യുന്ന അവൻ്റെ എഡ്യൂക്കേഷൻ, അവന് കൊടുക്കുന്ന ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ക്വാളിറ്റി ഫുഡ്, ക്വാളിറ്റി ടൈം, ക്വാളിറ്റി വെക്കേഷൻ, ഇതെല്ലാം ഇറ്റ് ഈസ് അറൗണ്ട് വാട്ട് യു ഏൺ എന്നുള്ളത്. അപ്പോൾ സിനിമ ഗിവ്സ് യു ഗുഡ് മണി. സെയിം വേ നമുക്കിപ്പം നമ്മുടെ സ്റ്റാറ്റസ് കൂടുമ്പോൾ നമ്മുടെ എക്സ്പെൻസസ് കൂടും, ചിലവ് കൂടും, സ്വാഭാവികം കൂടണമല്ലോ. അങ്ങനെയാണല്ലോ ലൈഫ് മാറുന്നത്. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ കൺസ്യൂമേഴ്സ്. അപ്പോൾ നല്ല പൈസ കൊടുക്കുന്നിടത്ത് നമുക്ക് നല്ല പ്രോഡക്റ്റ് വരുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിപ്പോൾ എവിടെയായാലും അത് ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? ആസ് എ ഫാദർ ലൈക്ക് ഇപ്പം ചിലവർക്ക് ഉള്ള ഒരു ഫീലിംഗ് ആയിരിക്കും, ഞാൻ സ്ട്രഗിൾ ചെയ്ത പോലെ എൻ്റെ പിള്ളേർ സ്ട്രഗിൾ ചെയ്യരുത്. ബട്ട് സെയിം വേ ചില ആൾക്കാർ ചിന്തിക്കും, ഞാൻ സ്ട്രഗിൾ ചെയ്ത് തന്നെ വളരണം, എല്ലാം അവർ അറിഞ്ഞ് ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് തന്നെ വളരണം. അപ്പോൾ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദിസ്? ഞാൻ ആയത്തിലൊന്നും അങ്ങനെ രണ്ടാമത്തിൽ ദ ലാറ്റർ പാർട്ട്, അവരെല്ലാം ബുദ്ധിമുട്ട് അറിഞ്ഞ് തന്നെ വളരണം, അങ്ങനെ ഒരു ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ഒരാളല്ല. ആ തിയറിയിൽ ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. ഞാൻ ചെരുപ്പിടാതെ ഞാൻ പാടത്തൂടെ നടന്ന് സ്കൂളിൽ പോയിരുന്നു കാലമുണ്ട് എന്നൊരു അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമെന്നില്ല. എന്തിനങ്ങനെ നടന്ന് കഷ്ടപ്പെട്ട് പോകുന്നത്? ഇറ്റ്സ് ഓൾവേസ് അതൊരു ബാർഗെയിനാണ്. നമ്മൾ ഈ ആളുകളെ, കുട്ടികളെ മാനസികമായിട്ട് സൈക്കോളജിക്കലി ഒന്ന് ഇത് പ്രിസണപ്പ് ചെയ്യാനുള്ളൊരു മാർഗ്ഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് ആരും എൻ്റെ അടുത്ത് ഇനി എന്ത് പറഞ്ഞാലും, ഇനി എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറയും, മുഖത്ത് പോയി പറയും. അങ്ങനല്ല, എന്നുവെച്ചാൽ അങ്ങനെ പറയാറൊന്നുമില്ല ചെരുപ്പിട്ട കഥകളൊന്നും. പണ്ടത്തെ ഞങ്ങൾ കഷ്ടപ്പാട് അതൊക്കെ പറയുന്നുണ്ടല്ലാതെ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇതൊന്നും പറയാൻ വരുന്നവരടുത്ത് സമ്മതിക്കാറില്ല. കാരണം ഞാൻ ഏതൊരു ഇൻ്റർവ്യൂ പറഞ്ഞ പോലെ നമ്മളൊരു വലിയ ഭയങ്കര എക്സ്റ്റസിയുടെ പുറത്തുനിന്നൊരു ജനിക്കുന്നൊരു കൊച്ചു കരഞ്ഞുകൊണ്ടൊക്കെ പുറത്തു വരുന്നു. ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ്, ഭയങ്കര എക്സ്റ്റസി എന്നാണ് അതുണ്ടാകുന്നത്. അത് നമ്മുടെ ഒരു സെൽഫിഷ് പ്രോഗ്രാമിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇൻ്റർകോഴ്സ് സംഭവിക്കുന്നത്. എനിക്കൊരു കുഞ്ഞു വേണം, നമുക്കൊരു കുഞ്ഞു വേണമെന്ന് പറയാം. അതൊരു സോളുണ്ട്, അതിനൊരു ബോഡിയുണ്ട്, അത് പുറത്തു വരുന്നു. ഇറ്റ് ഈസ് വെൽക്കംഡ് എന്നല്ല പറയുന്നത്, ഇറ്റ് വാസ് ടേക്കൺ ഔട്ട് നമുക്ക് വേണ്ടി. അങ്ങനെ കൊച്ചു നീങ്ങും. ഞാനിതെല്ലാം ഒന്നാമത് ദിസ് വേൾഡ് ഈസ് ടെറിബിൾ, വി ആർ നോട്ട് ഇൻ എ ഹെവൻ. അതാദ്യം മനസ്സിലാക്കുക, വി ആർ നോട്ട് ഇൻ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു ഹെവനാണെന്നൊന്നും, സേഫ് ഹെവനാണെന്നും. ഇറ്റ്സ് എവല്യൂഷൻ അങ്ങനെയായിരുന്നു, പരിണാമം അങ്ങനെയായിരുന്നു, കഷ്ടപ്പാടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടുവന്നു. ഏറ്റവും ലിമിറ്റഡ് സോഴ്സുള്ളൊരു ജീവിയാണ് മനുഷ്യൻ. നഖവുമില്ല, ഇങ്ങനെ ഒരാളെ ആക്രമിച്ച് അങ്ങനെയൊന്നുമില്ല, ഓടുക, എവിടെയെങ്കിലും ഇപ്പോൾ ഒളിക്കുക, അതേ ഉള്ളൂ. അന്നേ ഓടിക്കൊണ്ടിരുന്ന മനുഷ്യനാണ്. പിന്നെ കുന്തം എടുത്തു, അവനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഇറ്റ്സ് ജസ്റ്റ് എ വിയേർഡ് സ്ട്രഗിൾ, സർവൈവൽ. അതിന് നമ്മളിപ്പോൾ ലോകത്ത് അത് തന്നെയാണ്, മൃഗങ്ങളെ ഓടിക്കുന്നില്ലെന്നേ ഉള്ളൂ.
പക്ഷെ അവിടേക്ക് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് അവന് പറഞ്ഞു കൊടുക്കേണ്ടത് എമ്പതിയെ പറ്റിയും വാല്യൂവിനെ പറ്റിയും മാനുഷികതയെ പറ്റിയൊക്കെയാണ്. ഈ മാനുഷികതയും എമ്പത്തറ്റിക് ആകുമ്പോഴത്തേക്കും അവൻ സഹായിക്കാനും പൈസ എവിടെ ചെയ്യണം എന്നൊക്കെ അവന് മനസ്സിലാവും. അതല്ലാതെ നീ കഷ്ടപ്പെട്. ഞാൻ ഏതോ ഒരു ആൾ പറയുന്നത് കേട്ടു, ഇതൊരു ഐ തിങ്ക് ഇറ്റ്സ് എ സെലിബ്രിറ്റി ഹു സെഡ്, ഞാനൊരു 10 വയസ്സ് വരെ എൻ്റെ മോന് ഞാൻ ഉണ്ടാക്കിയൊന്നും കൊടുക്കത്തില്ല. ആരുടെ വാശി കാണിക്കുന്നത്? സോ എന്താ നിങ്ങൾ ഈ കുഞ്ഞിൻ്റെ അടുത്ത് കാണിക്കുന്നത്? അവൻ ഈ കഷ്ടപ്പെട്ട് വളർന്ന് ഐ ഡോണ്ട് ബിലീവ് ഇൻ ഓൾ ദാറ്റ്. നമുക്കൊരു മിനിമം ഉത്തരവാദിത്വമുണ്ട്. ദാറ്റ് എങ്ങനെയെങ്കിലും നമ്മൾ കുറേ കണ്ട് ഈ ലോകം ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് അവിടെ ചെന്ന് അവൻ തലകുനിക്കാതെ വരാതിരിക്കാനുള്ള, അവന് പ്രൗഡായിട്ട് നിൽക്കാൻ പറ്റുന്ന, എന്നാൽ വളരെ ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ളൊരു ടീച്ചിങ്ങിൽ കൂടെ അവനെ കൊണ്ടുപോകേണ്ടത്. ബട്ട് യു ഷുഡ് പ്രൊവൈഡ് ഇത്രയും എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ. ഫ്രം ദെൻ ഓൺ യു ക്യാരി ഫോർവേഡ്. അല്ലാതെ ഒരു നൾ ആൻഡ് വോയിഡ് സ്പേസിൽ കൂടി കൊച്ചിനെ ഇട്ടിട്ട് ഞാനൊന്നും തരില്ല നീ കഷ്ടപ്പെടൂ എന്ന് പറയുന്നത് അതൊക്കെ വെറുതെ, അതൊക്കെ ഒരു സൈക്കോളജിക്കൽ ഇംപ്രിസൺമെൻറ്റാണ്. ഇപ്പം ആക്ടിങ് ഓഫേഴ്സൊക്കെ നോർമലി ഇല്ലാതിരുന്ന ഒരു ടൈമിൽ ഇനീഷ്യലി ആ ഒരു 18-ാം പടി കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ റോൾസ് വന്ന് തുടങ്ങിയിരുന്നു. എനിക്ക് ഇനിഷ്യൽ ടൈമിൽ സ്ട്രഗിൾ ഇല്ലായിരുന്നു. ഇല്ല, ഇപ്പോഴെന്നെ സ്ട്രഗിൾ. ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് അവിടെ എത്തിപ്പെടുക എന്നുള്ളൊരു പോയിൻ്റാണ്. അതിന് ഞാൻ എൻ്റെ യങ്സ് മറ്റേ 18 വയസ്സിൽ ഇറങ്ങിത്തിരിക്കാനൊന്നും അങ്ങനൊന്നും പറ്റുന്നൊരു സാഹചര്യം അല്ല എൻ്റെ. നമുക്ക് അറിയില്ലല്ലോ, ജോലി വേണമല്ലോ, പഠിപ്പിക്കണം, ജോലി വേണം, അല്ലെങ്കിൽ ജോലി ഉണ്ടാക്കി നമുക്കൊരു ജോലി ഉണ്ടായിട്ട് വേണം അതിൽ നിന്ന് മാറി നിന്ന് നോക്കാൻ എന്നുള്ള. പക്ഷേ 18-ാം പടി വന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷം അശ്മലം കഴിഞ്ഞു. 18-ാം പടി വന്നതിന് ശേഷം എനിക്ക് ഹാൻഡ്ഫുൾ ഓഫ് പ്രോജക്ട്സ് ആയിരുന്നു. അത് അടുത്ത പടം തന്നെ മാലിക്കായിരുന്നു, ഫഹദിക്കയുടെ കൂടെ ആയിരുന്നു. അതിനടുത്ത് മോഹൻലാൽ ലാലേട്ടൻ്റെ കൂടെ റാമായിരുന്നു. അത് കഴിഞ്ഞ് യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ ഖജുരാഹോ ഡ്രീംസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സെറ്റിൽ നിന്ന് ഞാൻ ഇങ്ങനെ മാറി അഭിനയിക്കുന്നൊരു സമയത്താണ് കോവിഡ് വരുന്നത്. സോ കോവിഡ് ഹാസ് ഗിവൻ മീ എ ഹ്യൂജ് കിക്ക് ഓൺ മൈ ബട്ട്. അപ്പോൾ അത് ഭയങ്കര എന്നെ ബാധിച്ചായിരുന്നു. കാരണം നമ്മൾ റൈസിൽ വന്നിട്ട് ഏൺ ചെയ്ത് ഒരു സ്റ്റേബിൾ ഇൻകത്തിലെത്തി സ്റ്റേബിൾ കരിയറിൽ വന്നതിന് ശേഷം വന്നാൽ പോലും ഐ ഹാവ് സംതിങ് സേവ്ഡ്. സോ ദാറ്റ് ടൈം ഐ വാസ് ജസ്റ്റ് ഗെറ്റിങ് ഇറ്റ്. എനിക്ക് സേവിങ്സിലേക്ക് പോകേണ്ട സമയം പോലും എനിക്ക് ഉണ്ടായില്ല. അതിനു മുമ്പ് കോവിഡ് വന്നു. ബട്ട് ലക്കിലി അതിനുശേഷം എന്നെ 12th മാനിൽ തന്നെ വീണ്ടും ജിത്തു സാർ എന്നെ കൊണ്ടുവന്നു. പാപ്പനി കൂടെ ജോഷി സാർ എന്നെ ഹെൽപ്പ് ചെയ്തു. സോ പിന്നെ വീണ്ടും ഞാൻ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്ട്രഗിളുണ്ട്. ദെൻ ഐ ഹവ് കം ടു ഫീനിക്സ് വേരൻ, ഒരു നായക തുല്യമായ എന്നൊക്കെ പറയുന്ന, ആഫ്റ്റർ വിച്ച് ദെൻ ദ റിയൽ സ്ട്രഗിൾ ഹാപ്പൻഡ്. ആക്ച്വലി നമ്മൾ എവിടെയാണ് ഇൻഡസ്ട്രി പ്ലേസ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊരു തീരുമാനം കാണും. പക്ഷെ അതുപോലെ മറ്റുള്ളവർക്കും കാണും, ഒരു ജഡ്ജ്മെൻറ്റ് കാണും. ഇറ്റ്സ് വലിയൊരു ഇൻഡസ്ട്രി അല്ലേ. ഇതിനകത്ത് പലർക്കും പല അഭിപ്രായം കാണും. നമുക്ക് എല്ലായിടത്തും പോയിട്ട് നമ്മുടെ കഴിവിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശശുദ്ധിയെ പറ്റിയോ ഒന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് മെസ്സഞ്ചേഴ്സ് ഹു ഗോ ആൻഡ് ടോക്ക്. അപ്പോൾ ഇറ്റ് കുഡ് ബി മിസ്ഇൻറ്റർപ്രറ്റഡ്. അപ്പോൾ അതിനൊക്കെ സ്ട്രഗിൾ ഉണ്ടാവും. ഹീറോയെ വന്നതിന് ശേഷം ആൾക്കാർക്ക് വേറെ റോൾസിലേക്ക് കാസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ എൻ്റെ അടുത്ത് ചിലർ പറഞ്ഞു, അങ്ങനെ ഒരു ഇതിലോട്ട് വന്നുകൊണ്ടായിരിക്കാം ചിലപ്പം ഇപ്പോൾ അങ്ങനെ ഒരു ഇത് വരുന്നത്. ഞാനതിലൊന്നും അങ്ങനെ ഇത് വിശ്വസിക്കുന്നില്ല. വിശ്വസിച്ചാൽ ഞാൻ പിന്നെ ഇവിടെ നിലനിൽക്കാൻ വലിയ പാടാണ്. എൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ കുറയ്ക്കേണ്ടി വരും. എന്നാൽ പിന്നെ നായകനാവണ്ട എന്ന് വിചാരിക്കുന്നുണ്ട്. അതൊന്നും എൻ്റെ കരിയറിന് ഞാൻ ഉദ്ദേശിക്കുന്നൊരു ഇതിലേ അല്ല. അതുകൊണ്ടായിരിക്കും എന്നൊക്കെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ട്. അതിനിപ്പോൾ എന്താണെന്ന് എൻ്റെ ചോദ്യം. ഇവിടെ ആരെങ്കിലും കുത്തകയാണോ? ഇതാരെങ്കിലും പറഞ്ഞോ നിങ്ങൾക്ക് ചിലർക്ക് മാത്രമേ നായകനാവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞോ? അങ്ങനെയൊന്നുമില്ലല്ലോ. മലയാളം ഫിലിം ഇൻഡസ്ട്രി മലയാളം അറിയാവുന്ന, മലയാളത്തിൻ്റെ കൾച്ചർ അറിയാവുന്ന, അതിൻ്റെ കഥയുടെ ന്യൂവാൻസസ് അറിയാവുന്ന ആർക്കും അതിൽ ലീഡ് പ്ലേ ചെയ്യാം എന്നുള്ളതാണ് കഴിവുണ്ടെങ്കിൽ. അതൊന്നും എന്നെ ബോധർ ചെയ്യുന്നില്ല. ഫോർ വാട്ട് എവർ റീസൺ ശരിക്കും ഇപ്പോഴാണ് എൻ്റെ 25 പടം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് എൻ്റെ സ്ട്രഗിൾ. അപ്പോൾ ഈ ടൈമിൽ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഫിനാൻഷ്യൽ സ്ട്രഗിൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു രീതിയിൽ നമ്മൾ പൊക്കോണ്ടിരുന്നൊരു അതിനെ മീറ്റപ്പ് ചെയ്യാതെ താഴോട്ട് പോകാൻ പറ്റില്ല. അതങ്ങനെയാണ്. നമ്മൾ ഓൾറെഡി എത്തിക്കഴിഞ്ഞാൽ യു ഓൾ നോ. പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോൾ വീണ്ടും നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സെറ്റപ്പിലേക്ക് നമുക്ക് ഇത്ര പൈസ കൊണ്ട് അഡ്ജസ്റ്റ്, അത് പറ്റില്ല. ഈവൻ യുവർ അടുത്ത ജനറേഷൻ, നമ്മുടെ കുഞ്ഞു വരും അങ്ങനത്തെ ഒരു ലൈഫിലേക്ക് നിന്നിട്ട് പിന്നെ നമുക്കൊരു മേ ബി അത് വെരി ടെറിബിളാണ് അത് സാധനം. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം അങ്ങനെയുള്ളവർക്ക് ഉദ്ദേശിച്ചു കുറച്ചും കൂടെ കഷ്ടപ്പെടുമ്പോൾ ഇവരങ്ങ് പൊക്കോളൂ എന്നൊക്കെ ആയിരിക്കും. ബട്ട് ഐ ഡോണ്ട് നോ, എൻ്റെ തീരുമാനങ്ങളൊക്കെ ഇച്ചിരി വിയേർഡ് ആൻഡ് ഇച്ചിരി വെല്ലുവിളിയൊക്കെ കൂടുമല്ല മനസ്സിൽ. അപ്പം ജയിക്കുമം എന്നൊരു ഉറപ്പിലൊന്നുമല്ല. തോറ്റാലും നല്ല
കോമ്പീറ്റ് ചെയ്തങ്ങ് തോക്കാം എന്നുള്ളതാണ്. സോ അതുകൊണ്ട് അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല. സോ ഐ വിൽ ടേക്ക് മൈ പേഴ്സണൽ ആഗനി പേഴ്സണലി. സോ ഇഫ് യു അനലൈസ് യുവർ സെൽഫ്, എന്താണ് വാട്ട് യു ഹവ് ഫെൽറ്റ്? ഒരു നല്ല ഡിസിപ്ലിൻ ഉണ്ടോ, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടോ? ഈ ഫിനാൻഷ്യലി ഡിസിപ്ലിൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് തൊട്ട് ഞാൻ. പക്ഷേ പ്രോബ്ലം എന്ന് പറയുന്നത് എൻ്റെ മെയിൻ പ്രശ്നം ഇവിടെ നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് എനിക്ക് ഇതൊരു റിയൽ സിനാരിയോ ഉണ്ടോ, അതെനിക്ക് ഇഷ്ടമല്ല, പക്ഷേ അതല്ലാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നുമില്ല. സപ്പോസ് എൻ്റെ 2000 രൂപയേ ഉള്ളൂ, ഇമാജിൻ. ബട്ട് എൻ്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ക്രൂവിൽ വർക്ക് ചെയ്ത് ഏതോ ഒരു എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു 30 ദിവസത്തെ പരിചയമുള്ള ഒരാൾ ഒരു പറയുന്നത് എനിക്കൊരു 2000 രൂപയുടെ. സോ ദേ തിങ്ക് ദാറ്റ് ഐ വിൽ ബി ഹാവിങ് മണി ബിക്കോസ് ഐ ഹാവ് ഡൺ സോ മെനി മൂവീസ്. പക്ഷേ ചിലപ്പോൾ എൻ്റെ ഇല്ലയെന്ന് വെച്ചു 2000 രൂപ. വാട്ട് ഐ ഡു ഈസ് സംഹൗ ഐ ഹാവ് ടു ഹെൽപ്പ് ഹിം. ഞാൻ ചിലപ്പോൾ അമ്മയുടെ നിന്ന് വാങ്ങിക്കും. ഐ മീൻ ടോക്കിംഗ് അബൌട്ട് സിനാരിയോ, ഒരു ഫിഗർ ഞാൻ പറയല്ല, സപ്പോസ് 2000. അപ്പം അത് കൊടുത്തു കഴിഞ്ഞ് പിന്നെ അതെനിക്ക് റിട്ടേൺ വരിക എന്നുള്ളത് എൻ്റെ ആവശ്യമാണല്ലോ, അത് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കാനും പോകത്തില്ല. പിന്നെ ഉള്ളത് 2000 രൂപയുടെ ആവശ്യം. ഞാൻ ഒരു സിനാരിയോ പറയാം കേട്ടോ, 2000 എന്ന് പറയല്ല, സിനാരിയോ. അടുത്ത ദിവസം ഒരു 2000 രൂപയുടെ ആവശ്യം പെട്ടെന്ന് എനിക്ക് വന്നു. അത് എമൗണ്ട് എന്ന് പറയുന്നത് എൻ്റെ പൈസയാണ്, അത് പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചോദിക്കും അത് പോയില്ലായിരുന്നെങ്കിലോ എന്നാലോചിക്കും. അതെന്നെ നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് യൂഷ്വലി. ഇതൊരു ചെറിയ എക്സാമ്പിളാണ് ഈ 2000-ൻ്റെ പറയുന്നത്, ഞാൻ വലിയ എമൗണ്ടുകൾ പറയാത്തത്. സോ അതിൻ്റെ ആ ഡിസിപ്ലിൻ എനിക്ക് വരണം. ഈ നമ്മുടെ ഒരു സേഫ് സൈഡ് നിൽക്കുമ്പോൾ മാത്രമേ അതൊരു ഹെൽപ്പിംഗ് ഇതിലേക്ക് പോകാവൂ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോകുന്നത്. അതൊന്നും എനിക്ക് അങ്ങനെ പഠിക്കേണ്ട ഇഷ്ടമല്ല ആളല്ല, അങ്ങനെയൊന്നും ഇഷ്ടമല്ല അങ്ങനെ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇറ്റ്സ് ഹാർഷ്, ഇറ്റ്സ് എ ഹാർഡ് റിയാലിറ്റി. ഐ ഹവ് ലേൺ ത്രൂ ഹാർഡ് ലെസൺസ് that money is very, very, very important. And when it comes to money, you have to be little selfish, a little. നോ പറയാനുള്ളൊരു നോ പറയാൻ, നോയ്ക്ക് മാത്രമല്ല, പണ്ടേ ഇപ്പോൾ സിനിമയിലൊന്നും ഒരാളെ സഹായിച്ച് നല്ലവൻ അതല്ല. ഐ ഓൾവേസ് തിങ്ക് ദാറ്റ് അയ്യോ അയാൾക്കൊരു ആവശ്യം എന്ത് ചെയ്യും, അത് പെട്ടെന്ന് എങ്ങനെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇറ്റ്സ് വെരി വട്ടുപോലത്തെ ഒരു സാധനം. അത് നമ്മളിങ്ങനെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. അയ്യോ അയാൾ എന്ത് ചെയ്യും. ഐ ഷുഡ് തിങ്ക് ഞാൻ എന്ത് ചെയ്യും നാളെ എന്ന് എവിടെയെങ്കിലും. സോ അത് കേൾക്കുന്നവർക്ക് അതൊരു ഭയങ്കര ഇതായിട്ട് തോന്നും. ഒരു അയ്യോ അതങ്ങനെയാണോ, അങ്ങനെയല്ലല്ലോ സഹായിക്കേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നമ്മളിവിടെ പോയി തോന്നും. നമ്മൾ പിന്നെ അങ്ങ് വിഷമിക്കും അതിന്. മനസ്സിലായില്ലേ? അവരോട്ട് തിരിച്ച് തരണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ ചോദിച്ചാലൊന്നും. അപ്പോൾ മോനായതിനു ശേഷം ലൈക്ക് യുവർ അപ്രോച്ച് ടുവേർഡ്സ് സേവിങ്സ് അല്ലെങ്കിൽ മണി അതൊക്കെ മാറിയിട്ടുണ്ട്? ആബ്സല്യൂട്ട്ലി. അത് മോനായതിനു ശേഷവുമല്ല, മോൻ ഇപ്പം അവനറിയുന്ന, അവനൊരു 6 വയസ്സൊക്കെ ആകുമ്പോൾ സംസാരിക്കുന്ന, ആഗ്രഹങ്ങളൊക്കെ പറയുന്ന കുഞ്ഞു. But I'm really lucky that cross my fingers. He never അങ്ങനെ ഒരു ഈ കാര്യങ്ങളെ വാശിയിൽ അങ്ങനെ പറയണമെന്ന് എനിക്ക്. അവൻ ജനിച്ചപ്പോൾ തന്നെ അവന് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കങ്ങനെ ഇത്തരം സൗകര്യങ്ങളൊന്നുമല്ല ഞാൻ വളർന്നു. സൗകര്യങ്ങളൊക്കെ വളരുന്നതും അവന് യാത്രാ സംവിധാനങ്ങളും കാര്യങ്ങളും. അപ്പോൾ എന്നിട്ടും പുള്ളിക്കാരൻ അങ്ങനെ എന്നെ അങ്ങനെ ഒരുപാട് പെടുത്തിയിട്ടൊന്നുമില്ല ഒരുപാട്. സോ മേ ബി ദാറ്റ് ഈസ് വൺ ഗുഡ് തിങ്, ഹാവിങ് എ ചൈൽഡ് ഹു ഡസൻറ്റ് അങ്ങനെ. പക്ഷേ എനിക്കൊരിതുണ്ടല്ലോ. ആൻഡ് ദർ വാസ് എ ടൈം വെൻ അത് ചില സാധനങ്ങൾ നമ്മൾ മറക്കില്ല. ദർ വാസ് വൺ ബർത്ത്ഡേ വെയർ ഐ റിയലി കുഡൻറ്റ് ബൈ എനിത്തിങ്. ആ സമയത്ത് ഞാൻ ഒരു പടത്തിൻ്റെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതായിപ്പോയി. ഐ കുഡൻറ്റ് ബൈ എനിത്തിങ്. ആ സമയത്ത് എന്തു ചെയ്യുന്നു. മൈ മാനേജർ വൈശാഖ് ഇങ്ങനെ എൻ്റെ അടുത്തൊരു തോക്കും എൻ്റെ സൈക്കിളൊക്കെ ആയിട്ട് വന്നു. ഐ ജസ്റ്റ് സാറ്റ് ദെയർ ആൻഡ് ലുക്ക്ഡ് അറ്റ്. അങ്ങനെ അതെന്താ എനിക്ക് പറ്റിയത്, എനിക്ക് പറ്റാത്തത്. കാരണം എനിക്ക് എൻ്റെ ലോകത്തിൽ ഐ ഹവ് പുട്ട് എ പോസ്റ്റ് ഓൺ അവരുടെ ജന്മനാളിനിട്ട് പോലെ. ഐ ഹവ് നത്തിങ് ഇൻ ദിസ് വേൾഡ് ആസ് മൈൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അവനല്ലാതെ മൈൻ എന്ന് പറയുന്നത് എൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ സ്വാതിക്ക് വിഷം വരില്ല, അച്ഛനും വിഷം വരില്ല എന്നൊക്കെ ചോദിക്കുന്നത് അതല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റേത് എന്ന് പറയുന്നത് ഇത് എൻ്റെതാണ്. ഈ ഭൂമിയിലേക്ക് എൻ്റെ കണക്ഷനാണ്. എന്താ പിന്നെ അച്ഛനും അതല്ലെന്ന് വെച്ചാൽ അതൊന്നും അല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വിത്ത് എന്ന് പറയുന്നത് അതാ. അപ്പം എനിക്ക് അവൻ ലോകമാണ് എനിക്ക് അവൻ. അപ്പം പല കാര്യങ്ങളും അവനത് കടന്നു പോകരുത്, ചില കാര്യങ്ങൾ ഇതായി പോകരുത്, ഫിനാൻഷ്യലി ഇങ്ങനെ നിന്ന് വരുന്നൊക്കെയുള്ള ആഗ്രഹവും വളരെ ഇതായിട്ടുള്ളൊരു വളരെ ഒബ്സസീവായിട്ടുള്ള ഫാദറാണ് ഞാൻ. അപ്പോൾ ആ സർവീസൊക്കെ ഞാനിങ്ങനെ സെറ്റിലിങ് ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. വിചാരിച്ച പോലെ എനിക്ക് ആ ഫണ്ട് എനിക്ക് ആ ഫ്ലോയിലേക്ക് എത്തിയില്ല. ഞാനിങ്ങനെ വന്ന് ഇരുന്ന സോഫയിൽ ഇരുന്ന് നോക്കി എനിക്ക് പോകുമ്പോൾ വേണ്ട അവന് എൻ്റെ കൂടെയുള്ള. ഐ ഹവ് സീൻ പീപ്പിൾ, ഐ ഹവ് സീൻ ഹ്യൂമാനിറ്റി. ഞാൻ എൻ്റെ മാനേജറെന്ന് വിളിക്കാതെ അവനെ വൈശാഖ എന്ന് വിളിക്കുന്നത്. എൻ്റെ കൂടെ വണ്ടി ഓടിക്കുന്നവനെ എൻ്റെ ടീംമേറ്റ് എന്ന് ഞാൻ പറയും. എനിക്കൊന്നും
എല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. അതിന് പോലും എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ. സോ ഇറ്റ്സ് എ ടീം വെയർ ഓരോരുത്തർ ഓരോ ജോലി ചെയ്യുന്നു. അപ്പോൾ എന്നെ മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ സോക്കോൾ മാനേജർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആളുകൾ ഭയങ്കര ഇൻഡസ്ട്രിയിൽ ആളുകൾ അത് കേൾക്കുമ്പോൾ മാനേജർ അതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഒരു പേര് കൊടുക്കുന്നേ ഉള്ളൂ. ടു ഡീൽ വിത്ത് സർട്ടൻ തിങ്സ്. എനിക്ക് 5-6 കയ്യും കാലം ഒന്നുമില്ലല്ലോ. സോ ഡീൽ വിത്ത് സർട്ടൻ അപ്പോയിൻമെൻറ്റ്സ് ആൻഡ് ഡിസ്കഷൻസ് ആൻഡ് ചില ഇനോഗ്രേഷൻസ് ആൻഡ് എൻ്റെ കാറിൻ്റെ കാര്യം യാത്രയെപ്പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ അവനൊരിക്കലും ഇങ്ങനെ സാരില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ടു കൊടുക്കുമ്പോൾ ഐ ഹവ് സീൻ 2 sides ഓഫ് മൈ ലൈഫ് വെയർ ഐ എം സ്റ്റക്ക് ആൻഡ് ഐ ഹാവ് ഹ്യൂമൻസ് ഔട്ട് ദെയർ. അപ്പം പൈസ മാത്രമല്ലാതെ ഒരാളെ എൻ്റെ കൂടെ ആൾക്ക് ഞാൻ കൊടുത്ത സ്നേഹത്തിൻ്റെയും അവരെന്നെ മ്യൂച്വലി എൻ്റെ സഹോദരത്തിൻ്റെയും ഇതായിട്ടാണ് അവരെൻ്റെ മോന് അത് വാങ്ങിച്ചു കൊടുക്കുന്നത്. ദർ ആർ 2 ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ദാറ്റ്. വൺ ഈസ് ലവ് ആൻഡ് വൺ ഈസ് മണി. പക്ഷേ ആ മണി ഫാക്ടറിൽ കുറേ നാളുകൾ കൂടുമ്പം എൻ്റെ സാഹോദര്യവും ആ ഇൻവെസ്റ്റ്മെൻറ്റും അല്ല, പകരം പ്രോപ്പർ മണി, കോയിൻ, പേപ്പർ അതാവശ്യം വരും. സോ അതൊക്കെ എൻ്റെ റിയലൈസേഷനാണ് അനു. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും ലൈക്ക് ഒരു ഹാർഡസ്റ്റ് മണി ലെസൺ ഉണ്ടോ? അതേപോലെ ഇപ്പോൾ പേയ്മെൻറ്റ്സ് ഒക്കെ റെഗുലർ ആണോ? എങ്ങനെയാണ്? അല്ലാതെ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും ഒരു പരാതി പറയേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ് ഹാപ്പൻസ്. എനിക്ക് വണ്ടി ചെക്ക് വന്നിട്ടുണ്ട്. വണ്ടി ചെക്ക് പണ്ട് കേട്ടില്ലേ? വണ്ടി ചെക്ക്. എനിക്ക് വണ്ടി ചെക്ക് വന്നപ്പെട്ടത് പ്രൊഡ്യൂസറുണ്ട് സോക്കോൾ. ഞാൻ അതൊക്കെ ചെക്കൊക്കെ വാങ്ങിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് അതിനൊന്നും പറയില്ല, ഞാൻ പോയില്ല. ഇപ്പോഴും പൈസ തരാനുള്ള സിനിമാക്കാരുണ്ട്. 5 ലക്ഷം പെൻഡിങ് ഇട്ടിരിക്കുന്ന 3 വർഷമായ പ്രൊഡ്യൂസറുണ്ട്. 1 ലക്ഷം എന്നെ കുറച്ച് വാങ്ങിച്ചിട്ട് ഇന്നെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, അത് ചെയ്യാതെ പോയ സിനിമാക്കാരുണ്ട്. അപ്പോൾ ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തൊക്കെ ഞാൻ എൻ്റെ ഓരോ പ്രശ്നം വരുമ്പോൾ ഞാനിങ്ങനെ ചോദിക്കും, വളരെ കാര്യമായിട്ട് എന്തെങ്കിലും. അവരതുപോലെ ഇല്ല എന്ന് പറയും. ചിലർ ഷെയിംലെസ് ആവും. അതങ്ങനെ നമ്മളൊന്നിനും പോകാതെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടേ അത് ഒരു പ്രശ്നത്തിനോ കേസിനോ വഴക്കിനും പോകാതെ എന്നാൽ അങ്ങനെ കൊടുത്തവർക്കൊക്കെ അവർക്ക് പൈസ കിട്ടി. എവിടെയോ എൻ്റെ ഐ ഷുഡ് ബി ലിറ്റിൽ മോർ ടഫ് എന്ന് ഓർക്കണം എന്നൊക്കെ തോന്നും. അതുകൊണ്ടാണ് അവരിപ്പോൾ അങ്ങനെ പ്ലേ ചെയ്യുന്നത്. അന്നൊരു കംപ്ലയിൻറ്റ് പോയവർക്ക് അത് കിട്ടിയിട്ട് റിലീസിന് മുമ്പേ. പക്ഷെ ഞാൻ സ്റ്റാൻഡ് ചെയ്യുന്നില്ല, പാവം ചേട്ടൻ അങ്ങനെ ചെയ്യില്ല, ഞാനിപ്പോൾ ധൃതി പിടിക്കണ്ട, ഞാൻ ഈ പൈസയ്ക്ക് വേണ്ടി പറയാൻ പുള്ളിക്കൊരു പ്രഷർ ഉണ്ടാവും, ഒരു സിനിമയാണിത്, അതേ ഇത്രയും കഷ്ടപ്പെട്ടാണ് സിനിമ ചെയ്തത്, എന്തെങ്കിലും ഗുണം എനിക്കുണ്ടായോ? ഞാൻ കഷ്ടപ്പെടുന്ന സമയത്ത് അയാൾ എന്തൊക്കെയാണ് എൻ്റെ അടുത്ത് പറയുന്നത്? ഇപ്പോഴെന്ന് ആദ്യമൊക്കെ ഭാവം മാറിക്കൊണ്ടിരിക്കും. പിന്നെ അത് ഇനി എനിക്ക് പറ്റത്തില്ല, ഇനി എനിക്കൊരു പ്രോജക്റ്റ് ആവാതെ പറ്റത്തില്ല, ചന്തു എന്ത് വിചാരിച്ചാലും. സി ദിസ് ഹൗ പീപ്പിൾ ചേഞ്ച്. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഇയാൾ ഓർത്തുകൊണ്ടിരിക്കും. ഇയാളുടെ ദേഷ്യം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഐ കേഴ്സ് ഹിം. വൈ? ഒരാളടുത്ത് ഞാൻ അങ്ങനെയല്ലോ ഇത്ര നാൾ നിന്നേ. സോ മൈ എക്സ്പെക്റ്റേഷൻ ഈസ്, എടാ അവൻ വേറൊരാളെ പോയി കംപ്ലയിൻ്റ് കൊടുത്ത് എനിക്ക് പ്രഷർ തന്നില്ല, വർഷം 3 അവനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഐ ഹാവ് ടു സം ഹൗ ഗിവ് ഹിം അറ്റ്ലീസ്റ്റ് എ ലാക്ക്. അത് ചിന്തിക്കാത്തൊരുത്തനെ ഞാൻ എന്ത് പറയണം? അപ്പോൾ ഞാൻ ഇപ്പോൾ ചോദിക്കാറില്ല. ഇൻകം നോർമലി കിട്ടുമ്പോൾ ഒരു ബൾക്കായിട്ടല്ലേ കിട്ടുക, അപ്പോൾ അത് നോർമലി എന്ത് ചെയ്യും? ബൾക്ക് മീൻസ് അപ്പോൾ നമുക്കൊരു ഈ ബൾക്കിനൊക്കെ ഓരോരുത്തർക്കും ബൾക്ക് എന്ന് പറയുന്നത് ഓരോന്ന് ഡിഫറെൻ്റ് ആണ്. ഇപ്പം യൂഷ്വലി ഞാൻ വളരെ സിമ്പിൾ കാര്യമുണ്ട്. എൻ്റെതിൻ്റെ ഒരു പകുതി ഷെയർ ഞാൻ സ്വാതിയുടെ അക്കൗണ്ടിലോട്ട് മാറ്റും. കുറച്ച് അമ്മയുടെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും അമ്മയെ. സോ എൻ്റെ ഭയം എന്നെ പേടിയായതുകൊണ്ടും അതുകൊണ്ട് സ്വാതിക്ക് പോയി കഴിഞ്ഞാൽ 30 ദിവസം എൻ്റെ അക്കൗണ്ടിൽ നിന്നേക്കാൾ കൂടുതൽ അവളുടെ എഴുതി. അപ്പോൾ കുറേ നേരം കഴിയുമ്പോഴത്തേക്കും ഒന്നുമില്ലാതെ ആകുമ്പോഴത്തേക്ക് ഇനി ചോദിക്കാൻ സ്വാതി മറ്റേ എന്തെങ്കിലും ബാക്കിയുണ്ടോ അത് നോക്കട്ടെ എന്ന് പറയും. എൻ്റെ ഒരിക്കലും കാണാൻ സാധ്യതയില്ല. സോ ഇതാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ സ്വാതിക്ക് 100 പ്ലാനാണ്, ഒരു ജോയിൻ്റ് അക്കൗണ്ട് എടുത്ത് നമുക്ക് നോക്കാം. സോ ഷീ ഈസ് നൗ സ്കെയർഡ് ഓഫ് പീപ്പിൾ അറൗണ്ട്. ഷീ ഈസ് നൗ സ്കെയർഡ് ഓഫ് മൈ ലീനിയൻസി. ഷീ ഈസ് നൗ സ്കെയർഡ് ഓഫ് മൈ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി. എൻ്റെ ട്രസ്റ്റ്, ഞാൻ ആളുകളെ വിശ്വസിക്കും വേഗം. ഐ ട്രസ്റ്റ് പീപ്പിൾ ബിക്കോസ് ഐ ഹാവ് നത്തിങ് കള്ളം അവരുടെ അടുത്ത് അങ്ങനെ കാണിക്കാൻ എനിക്കൊന്നുമില്ല. അതെൻ്റെ ടീം കൂടെ നിൽക്കുന്നവർ ചതിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഈ പ്രശ്നം വരുന്നത്. സോ നൗ ഷീ ഈസ് റിയലി സ്കെയർഡ് ദാറ്റ് വെൻ ഒരു നെക്സ്റ്റ് ടൈം ഒരു പൈസയുടെ ഒരു വരവ് ഉണ്ടാകുമ്പം ഷീ ഹാസ് ഹെർ ഓൺ പ്ലാൻസ് ആൻഡ് ഐ ലെറ്റ് ഹർ ഡു ദാറ്റ് ദിസ് ടൈം. ഇതുവരെ ഞാൻ പറഞ്ഞൊന്നുമില്ല എന്ന് പറയുമ്പോൾ എനിക്കറിയാം. കാരണം എനിക്കൊരാൾ ചോദിക്കുമ്പോഴത്തേക്കും ഞാനത് കൊടുക്കുന്നത് സ്വാതി അപ്പം തന്നെ ബാങ്ക് കയറി നോക്കും, ഇതാർക്കൊക്കെയായി പോയിരിക്കുന്നത്, ഇതൊക്കെയാണ് പോയിരിക്കുന്നത്, ഇതെന്താ റെലവൻസ് ഉണ്ടോ, ഇത് ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് അവൾക്ക് അറിയാവുന്നതുകൊണ്ട് ഷീ കീപ്സ് എ ട്രാക്ക് ഓഫ് ഇറ്റ്. സോ അതുകൊണ്ട് തന്നെ പാസ്വേഡൊക്കെ കൊടുത്തു അവൾ നോക്കട്ടെ. ജസ്റ്റ് ദാറ്റ് ഷീ ഐ ഡോണ്ട് വോണ്ട് ഹർ ടു ആസ്ക് മീ വൈ ഡിഡ് യു ഗീവ് ദിസ് പേഴ്സൺ ദിസ് മച്ച്. അപ്പോൾ ഇപ്പം ഞാൻ അതിന് നിൽക്കാറില്ല. ഇപ്പം സ്വാതി സൈസ് അടുത്ത പടത്തിൻ്റെ ഫണ്ട് വരട്ടെ, ഐ വിൽ ഡീൽ വിത്ത് ഇറ്റ്, യു ജസ്റ്റ് ഞാൻ പറഞ്ഞു ആയിക്കോ. കാരണം ഐ ഹാവ് ലേൺഡ് ഇനഫ്. വേറെ ആരെങ്കിലും മാനേജ് ചെയ്തതിന് വേറെ ആരും മാനേജ് ചെയ്യുന്നില്ല, ഞാൻ തന്നെ മാനേജ് കൊണ്ടുവന്നത്. വേറെ ആരും മാനേജ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ദാറ്റ് ഷുഡ് ബി ആൻ ഓതൻറ്റിക് ഓഥറൈസ്ഡ്
ഫേം വേർ ദേ ഷുഡ് ഗിവ് മീ പ്രൊട്ടക്ഷൻ. ഇത് എന്നെ മനസ്സിലാക്കുന്ന ഒരാളുണ്ട്. സ്വാതി ഈസ് എ ബാങ്കർ, ഡൊമസ്റ്റിക് ബാങ്കർ ഹു നോസ് മൈ സൈക്കോളജി. അതുകൊണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു സെക്കൻഡ് ഇൻകം എപ്പോഴും വേണം ആക്ടേഴ്സിന്, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്? എപ്പോഴും അത് തന്നെ ഞാൻ ആലോചിക്കും. അങ്ങനത്തെ ഉള്ളവരാണ് ആക്ച്വലി ഇപ്പോൾ നിൽക്കുന്ന ദ റിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ ഓരോരുത്തർക്കും റിച്ച്നെസ്സിന് ഓരോ ഇതാണ്. എനിക്കൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞൊരു നല്ല ഷർട്ട് കാണുമ്പോൾ വിതൗട്ട് ആസ്കിങ് ഹൗ മച്ച് ഐ ഹാവ് ടു ഗെറ്റ് ദാറ്റ് എന്ന് പറയുന്നതിനേ ഉള്ളൂ. ആ ഒരു ഷർട്ടിന് എത്രത്തോളം പോകാൻ പറ്റും? ഇനി കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഷർട്ടൊന്നും ഇടണ്ട. ഐ നോ വേർ ഐ ഗോ, വിച്ച് ഷോപ്സ് ഐ ഗോ ആൻഡ് പർച്ചേസ്. അത്രയേ ഉള്ളൂ എൻ്റെ റിച്ച്നെസ്. പക്ഷേ സൈഡ് എപ്പോഴും നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, എവിടെയെങ്കിലും ഒരു പരിപാടി നമുക്ക് പറ്റുന്ന, നമുക്ക് നമ്മുടെ സെൻസിബിലിറ്റിക്ക് ചേരുന്ന ഒരു ബിസിനസ്, അല്ലെങ്കിൽ സൈഡിൽ എന്തൊരു പരിപാടി വേണം, എന്തൊരു സാധനം വേണം. ഇനി നമുക്കൊരു റാപ്പിഡ് ഫയർ റൗണ്ടാണ്. സോ വാട്ട് എവർ കംസ് ടു യുവർ മൈൻഡ് ഓക്കെ അപ്പം തന്നെ. ശരി. സോ ഫണ്ണിയസ്റ്റ് ഫാൻ എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടോ? എന്നെ സന്തോഷം തന്ന ഉണ്ട്, ഇമോഷണൽ ആക്കിയതുണ്ട്. ഫണ്ണിയസ്റ്റ് എനിക്കറിയില്ല. സോ ഇമോഷണൽ ആക്കിയത് വാട്ട് വാസ് ഇറ്റ്? ഇമോഷണൽ എന്ന് പറയുന്നത് അതിൻ്റെ ഫാനാണോ അങ്ങനെയല്ല. ഇപ്പോൾ ഫീനിക്സ് കണ്ടിട്ടൊരു ദർ ആർ ലോട്ട് ഓഫ് 18 മണി കഴിഞ്ഞിട്ടും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ദൂരെ നിന്നൊക്കെ ഒരു ആളൊക്കെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് സോ ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് ടോക്കിംഗ് ടു എന്നുള്ള അയാളെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ്, അല്ലാതെ ഒരുപാട് പേരെന്നെ അങ്ങനെ വിളിച്ചവരൊക്കെ ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയ ആളിലൊക്കെ ഉണ്ട് 18 മണി കാരണമൊക്കെ ഇപ്പോഴും എൻ്റെ ജീവിതത്തിലുള്ള ദേ ഫീൽ ലൈക്ക് ടോക്കിംഗ് ടു മീ. ഫീനിക്സിൻ്റെ ഒരു ഇമോഷണലി ഇപ്പോഴും എനിക്ക് നിൽക്കുന്ന ഒരു ഫിനിക്സ് കണ്ട ഒരു സമയം ക്വിക്ക്ലി പറയാതെ, ഫിനിക്സ് കഴിഞ്ഞിട്ട് എനിക്കൊരു ഇപ്പോഴും കുറേ മെസ്സേജസ് ഫിനിക്സിനെ പറ്റി വരാറുണ്ട്. വാട്ട് എവർ പീപ്പിൾ സേ, അത് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഭയങ്കര മെസ്സേജ് ഡെയിലി വരാറ്, ഫ്ലഡഡ്. അതിൽ ആ സമയത്ത് ഇറങ്ങിയ സമയത്ത് ഒന്നായിരുന്നു ഒരു ആൾ, ഒരു മെയിൽ. അയാൾ ചേട്ടാ ഞാനങ്ങനെ അതിൻ്റെ കോണ്ടൻറ്റ് ഇതാണ്, അയാൾ അങ്ങനെ ഇങ്ങനെ ആർട്ടിസ്റ്റുകൾക്കൊന്നും അങ്ങനെ ഒന്നും അയച്ചിട്ടില്ല, ഇതുവരെ ഒന്നും മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല. ഞാൻ അങ്ങനെ സംസാരിക്കാൻ പോകുന്ന ഒരാളുമല്ല. ഫിനിക്സിന് ശേഷം ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. ഐ ഡോണ്ട് നോ വെദർ യു ഹാവ് സീൻ ദിസ് മെസ്സേജ്, ബട്ട് ഇഫ് യു സീ ദിസ് മെസ്സേജ് ഐ വിൽ ബി റിയലി ഹാപ്പി. ഐ ജസ്റ്റ് ഹാവ് ടു സേ വൺ തിങ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നാളെ മലയാള സിനിമ ചന്തുനാഥ് ഇല്ലാതൊരു സിനിമ ഇൻഡസ്ട്രി വരാത്തൊരവസ്ഥ ദിവസം ഉണ്ടാവും എന്ന് അയാൾ പറയുന്നു. അതിനകത്ത് അത് അയാളുടെ ആഗ്രഹമായിരിക്കും. അയാൾ പറയുന്നത് ചന്തുനാഥിൻ്റെ പേരില്ലാതെ അയാളുടെ നിങ്ങളുടെ അവിഭാജ്യ ഘടകമാകുന്ന, ഇൻഡസ്ട്രിയുടെ അവിഭാജ്യ ഘടകമാകുന്നൊരു ദിവസം ഉറപ്പായിട്ട് വരും. ഞാൻ അതിനുവേണ്ടി ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിക്കും ചേട്ടാ, നിങ്ങൾ കാണുമെന്നാണ് വിശ്വാസം വെച്ചു. കുറേ ദിവസം ഞാൻ ശേഷം കണ്ടു. ഞാനിത് റിപ്ലൈ ചെയ്തു. ഞാൻ എന്താ ഇത്ര എഫേർട്ട് എടുത്ത് എൻ്റെ അടുത്ത് ഒരു മെസ്സേജൊക്കെ അയക്കുന്നവരാണ് മിക്കവരും, സമയം എടുത്ത് അയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ റിക്വസ്റ്റും നോക്കുന്നത്. അവർ നല്ല സമയം എടുത്ത് അയക്കുന്നത്. ക്രാപ്സ് ഒരുപാടുണ്ടെങ്കിലും സമയമെടുത്ത് ജെന്യൂനായിട്ട് നമ്മൾ പറയുന്ന ആളുകൾക്ക് നമ്മൾ റെസ്പോൺസ് കൊടുക്കണമെന്നാണ്, റെസ്പോണ്ട് ചെയ്യണമെന്ന് എൻ്റെ ഇത്. അങ്ങനെ കൊടുത്തു. അതിന് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഒന്ന് പോയിന്ന് തോന്നുന്നു. ഇതിനാ ദിസ് ഹാപ്പൻസ് ഇൻ ഡിസംബർ. ജാനൊക്കെ ആയപ്പോഴത്തേക്കും ഐ ഗോട്ട് മെസ്സേജ് ഫ്രം സെയിം അക്കൗണ്ട്. അപ്പോൾ ബ്രോ ഹൗ ആർ യു എന്ന് പറഞ്ഞു. അതായത് ഞാൻ വൈഫാണ്. ഓ ഇന്ന ആളല്ല എന്ന് പറ്റി. ചേട്ടൻ പോയി. സോ ഐ ആസ്ക്ഡ് വാട്ട് ഹാപ്പൻഡ്. പറഞ്ഞു ചേട്ടാ ഈ ജാനുവരിയിൽ പുള്ളി ബൈക്ക് ആക്സിഡൻറ്റിൽ ലാസ്റ്റ് വീക്ക് മരിച്ചുപോയി. പക്ഷേ ഇത് പറയുമ്പോൾ ഞാൻ കുറച്ച് ഹെൽത്ത് ഷോക്ക്ഡാണ്. എന്നിട്ട് പുള്ളിക്കാർ പറയുന്നതിലാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ, അവരൊരുമിച്ച് അവസാനം കണ്ടത് ഫിനിക്സാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അയാൾ തന്നെ പറയുന്നു, ഇത് ഇയാൾക്ക് ഞാൻ മെസ്സേജ് ചെയ്ത് നോക്കിയാൽ നല്ല ഇത് പെർഫോമറാണ്, മലയാള സിനിമയ്ക്ക് ഭയങ്കര ഇതാണെന്ന് ചേട്ടൻ പറഞ്ഞു എന്നവർ പറയും അടുത്തിരുന്നിട്ട്. എന്നിട്ട് അടുത്ത ആഴ്ച ഇതുപോലെ ബൈക്കിൽ ജാനുവരിയിൽ പോകുമ്പോൾ തിരിച്ചു വന്നില്ല. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നത് പറഞ്ഞാൽ ഞങ്ങൾ പ്രണയിച്ച കല്യാണം കഴിച്ചത്. ഈ ഫിനിക്സിനെ പറയുമ്പോഴത്തേക്ക് അതിലൊരു മരണമുണ്ട് അവസാനം, അയാൾ ആ കുട്ടി മരിച്ച പോണേ. പക്ഷേ എനിക്ക് അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പോവും, ഇത് പടം കണ്ടതിന് ശേഷം ഇനി അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ ഫ്രെഡിയെ പോലെ ഇങ്ങനെ ഒരു വീട്ടിലിങ്ങനെ ഇരിക്കുക. ഐ ബിലീവ് ദാറ്റ് ചേട്ടൻ ഇങ്ങനെ അതിനകത്ത് അന്നെ വിളിച്ച് സംസാരിക്കുന്ന പോലെ ഞാനിപ്പോൾ എൻ്റെ ചേട്ടൻ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചാണ് ജീവിക്കുന്നത്. സോ വീട്ടുകാരൊന്നും അത് സപ്പോർട്ടൊന്നും ഇല്ലാതെ ഞാൻ കല്യാണം കഴിച്ചത്. സോ ഞാനിപ്പോൾ ഒരു മൂവി കാണുമ്പം കാണാൻ തോന്നിയാൽ ഞാൻ അന്ന് ഫിനിക്സ് എങ്ങനെ കണ്ടോ അതുപോലെ എൻ്റെ അടുത്ത് പുള്ളിയുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ കോൺവേഴ്സ് ചെയ്ത് കാണുന്ന. സോ ഷീസ് ഇൻ എ ഡെല്യൂഷൻ, ഷീസ് ഇൻ എ വെരി സാഡ് സ്റ്റേറ്റ് വെയർ. അദ്ദേഹം ആദ്യമായിട്ട് അയച്ച ഒരു സെലിബ്രിറ്റി ഞാനാണെന്ന് അദ്ദേഹം പറയുന്നു. അയാൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ, അയാൾക്ക് എനിക്ക് ശബ്ദം കൊണ്ട് സംസാരിക്കാൻ പറ്റാതായി പോയത്, അവർക്ക് അവരുടെ ഹസ്ബൻഡിനെ ഒരു അന്ന പോയതുപോലെ ഒരു ഫ്രെഡി ആയിട്ട് അവർക്ക് തന്നെ തോന്നുന്നത്, അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണിത് ഈ മൂവി അവർ. അപ്പോൾ അതെന്നെ ഭയങ്കര
അയാൾ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ. സോ സം വേർഡ്സ് നമ്മൾ പറയില്ലേ, ഒരാളങ്ങ് പോയി, അയാൾ ആദ്യമായിട്ടൊരു ആർട്ടിസ്റ്റിനോട് സംസാരിച്ച അത്രയും കാര്യങ്ങൾ നിങ്ങളാവുന്നു. നമ്മൾ പറയില്ല, മരണത്തിന് മുമ്പ് ഒരാൾ പറഞ്ഞിട്ട് പോകുന്ന ഇതാണ് എന്ന് പറയുന്നത്. സോ അറ്റ് ടൈംസ് ഐ ഫീൽ ഐ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് മാൻ ഓൾസോ. ഐ ഷുഡൻ ഡ്രോപ്പ്, ഐ ഷുഡൻ ക്വിറ്റ് എന്ന് തോന്നും. അതൊരു വലിയ പെയിൻഫുൾ എന്നാൽ നമ്മളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്ന ഒരു എക്സ്പീരിയൻസാണ്. ഒരു ബിഗ്ഗസ്റ്റ് മിസ്കൺസെപ്ഷൻ എന്തായിരുന്നു ബിഫോർ കമ്മിങ് ടു മൂവീസ് അബൌട്ട് ദി ഇൻഡസ്ട്രി? മേജർ മിസ്കൺസെപ്ഷൻ ഈസ് നിങ്ങളുടെ കഴിവ് മാത്രം മതി, കഴിവുള്ളവൻ ഇവിടെ രക്ഷപ്പെടും എന്നത് തെറ്റാണ്. So characters that you have played, which is more close to your personality, or which is the one you like? That's joy. the most? That's joy. Yeah. That's joy. So best financial advice എന്തായിരിക്കും like you have got? അത് പറഞ്ഞ യു സേവ് ഫോർ യുവർ സെൽഫ്. അതെല്ലാവരും പറയാനുള്ള കാര്യമാണ്. നീ കുറച്ച് നിനക്ക് വേണ്ടി സേവ് ചെയ്യാൻ ചെയ്യണം. തുടങ്ങണം. സഡൻലി ഒരു ബിഗ് ഓഫർ വന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ ഫസ്റ്റ് തിങ് യു ഡു? സ്വാതി വിളിച്ചു പറയും. സ്വാതി അവിടെ സമയത്തുള്ളതാണെങ്കിൽ അവളുടെ ഡേ എന്ന് വിളിച്ചും കാര്യം പറയും. വീട്ടിലാണെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് അരിഞ്ഞ് പെട്ടെന്ന് അറിയിക്കാൻ പോകുന്നത്. താഴെ പോയിട്ട് എൻ്റെ പെൻഡോസിന് താഴെ ഇറങ്ങിപ്പോയിട്ട് അതായിരിക്കും പറയുന്നത്. ഐ ഷെയർ എക്സൈറ്റ്മെൻറ്റ് വിത്ത് മൈ ഫാമിലി ഫസ്റ്റ്. വിച്ച് ഇസ് ദ ഡയറക്ടർ യു ഡ്രീം ടു വർക്ക് വിത്ത്? അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഇൻഡസ്ട്രിക്ക്, നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്കകത്ത് തന്നെ ഒരുപാട്, ഇപ്പോൾ ജോയിസ് സാറിനോടൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ. പക്ഷേ എനിക്കതൊക്കെ എനിക്ക് ഒരുപാട് അങ്ങനത്തെ കുറച്ച് ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഈ സീനിയർ ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ മലയാളത്തിൽ there are a lot of people, അമലേട്ടൻ തൊട്ട് ലാൽ സാർ തൊട്ട് ലാൽജു സാർ തൊട്ട് അങ്ങനെ ഒരുപാട് സത്യന്തിക്കാട് കൂടെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കത്തില്ല മലയാളത്തിൻ്റെ അത്. സോ അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും പേര് ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോയി അയ്യോ ആ മനുഷ്യനെ പറ്റി പറഞ്ഞിരുന്നു പറയും. അതല്ലാതെ അതൊക്കെ വിടും. മലയാള ഇൻഡസ്ട്രിക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ എടുത്ത്. അതല്ലാതെ എനിക്ക് പുറത്തുനിന്ന് മണിരത്ന മൂവിൽ കാസ്റ്റ് എന്നെ ആ ഫ്രെയിമിൽ ആൾ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. മണിരത്നത്തിൻ്റെ സാറിൻ്റെ ഫ്രെയിമിലേക്ക് ലീവ് ദ കോണ്ടൻറ്റ്. ഒരാൾ ഷൂട്ട് ചെയ്യുമ്പോൾ പുള്ളി മനസ്സ് വെച്ച് എന്നെ ഒരു ഫ്രെയിം വെച്ചാൽ നല്ല രസമായിരിക്കും എന്ന് എനിക്ക് തോന്നലുണ്ട്. നടക്കട്ടെ. സോ നമ്മുടെ റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി സോ കമ്മിങ് ടു ദ ക്ലോസിങ് പാർട്ട്, ഇപ്പം എവറി ആക്ടർ ഇസ് വെയിറ്റിംഗ് ഫോർ ഒരു റൈറ്റ് ഓപ്പർച്യൂണിറ്റി അല്ലേ? സോ വാട്ട് കീപ്സ് യു മോട്ടിവേറ്റഡ് എപ്പോഴും? ഓക്കെ, ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വരും, അല്ലെങ്കിൽ ടു ഹോൾഡ് ഓൺ. I wholeheartedly trust me. I trust myself. I believe that I'm competent in this world, in this industry, in this film world. There is no doubt in that. അപ്പം അല്ലെങ്കിൽ ഞാൻ ഇത്ര നാൾ നിൽക്കില്ലായിരുന്നു. ബേസിക് നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് ഇതിനകത്തൊരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നൽ വേണം, ഒരു കോൺഫിഡൻസ് വേണം. അതിന് നമ്മൾ അതിൽ അഹങ്കാരം എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. നമ്മൾ കുറേ നാൾ ടെസ്റ്റ് ഡോസ് അടിച്ചിട്ടായി നിൽക്കുന്നത്. പറ്റുമെന്ന് നോക്കാൻ വന്ന ഒരാളാണ് ഞാൻ. പറ്റുമെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പറ്റുമെന്ന വാലിഡേഷൻ വലിയ ആളുകളിൽ നിന്ന് കിട്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. സോ എനിക്ക് എന്തെങ്കിലും പാളിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വേറെ എക്സ്റ്റേണൽ കറക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സേ ഉള്ളൂ, നോട്ട് ഇൻ ദ ആർട്ട്. സോ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെ. എനിക്ക് പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നതും പറ്റുമെന്ന് ആളുകൾ പറഞ്ഞതുമാണ് എന്ന് ബോധിപ്പിച്ചതുമാണ് സോ കോൾഡ്. So what all do you do improve yourselves? Improve in the sense, ആക്ടിങ്ങിനാണെങ്കിൽ ഐ സീ ഓൾ മൈ മൂവീസ് ആൻഡ് ഹൗ ഐ ഇവോൾവ്ഡ്. ഇപ്പോൾ ഇതിലെങ്ങനെ നിൽക്കും, അതിലെന്തൊക്കെ എനിക്ക് പലതും ഇതിൽ അങ്ങനെ ആവാൻ ഇങ്ങനെയാണ്. പക്ഷേ ഒരാൾ തിയേറ്ററിൽ നിന്ന് പെർഫോം ചെയ്യുന്ന കണക്കല്ല. ദർ ഇസ് ഓൾവേസ് എ സ്ക്രൂട്ടിനി ആൻഡ് മോണിറ്ററിങ് ഫ്രം ദ ഡയറക്ടർ. ആ ഡയറക്ടർ ചില കാര്യങ്ങൾ നമ്മളെ കറക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാവും ചില കാര്യങ്ങൾ അങ്ങനെ ചില പാളിപ്പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ കൺസീവ് ചെയ്ത പ്രശ്നം കൊണ്ടാവാം. സോ ഇറ്റ്സ് ഓൾവേസ് ഡൂ ആൻഡ് ലേൺ എന്നാണ് സിനിമയിൽ. ഇഫ് യു ലുക്ക് അറ്റ് എനി ലെജൻഡറി ആക്ടേഴ്സ്, നമ്മൾ പഴയ കാലം തൊട്ടുള്ള അവരുടെ ഒരു ഫിൽമോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പൊട്ടി വന്നൊരു വലിയ ലെജൻഡായിട്ട് അങ്ങനെ വന്നതല്ല. ദേ ഹാവ് ഗോൺ ത്രൂ ഓൾ ദിസ് ചേർണിങ്സ് ആൻഡ് ഇങ്ങനെ ആയി പരുവപ്പെട്ട് ദേ ലേൺ ആൻഡ് വെണ്ണ ഉണ്ടാകുന്നത്. വെണ്ണയായിട്ടല്ല, പാൽ ഇങ്ങനെ കിടന്നിട്ടാണ് അതിൽ നിന്നാണ് നമ്മൾ ഇതെടുക്കുന്നത്. സോ അതുപോലെ അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ്സ് ഹൗ ഐ ഡു ദാറ്റ്. സോ ഇപ്പം ഇൻഡസ്ട്രിയിൽ എപ്പോഴും സക്സസ് എന്ന് പറയുന്നത് എപ്പോഴും മെഷർ ചെയ്യുന്നത് ഒരു പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ഒരു പോപ്പുലാരിറ്റി, ഓടിയ പടം അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് നമ്പേഴ്സ് അങ്ങനെയൊക്കെയാണ്. ക്ലബ്ബ്. സോ വാട്ട് അക്കോർഡിംഗ് ടു യു ഇസ് ഒരു സക്സസ് എന്ന് പറയുന്ന ഓഫ് ഫിലിം അപ്പാർട്ട് ഫ്രം ഓൾ ദിസ്? ഫിലിം അറ്റ് ദ എൻഡ് ഓഫ് ദി പ്രൊഡ്യൂസറിൻ്റെ പൈസയായത്. ഡയറക്ടറുടെ അടുത്തതൊരു ആർട്ടാണ്, പ്രൊഡ്യൂസറിന് അതൊരു പൈസ. ഇതൊരു ഇന്ന് തന്നെ ഇനി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്.
ഇപ്പോൾ നമ്മളൊരു ആർട്ട് ഫിലിം നമ്മൾ എടുത്തിട്ട് ഇതൊരു പൈസയ്ക്ക് അല്ലാത്തൊരു ഫിലിം എടുത്തിട്ടൊരു സ്ഥലത്ത് ഇത് ചെയ്യുന്നു, അതിൻ്റെ കോസ്റ്റ് സോഷ്യൽ കോസ്റ്റ് ആണെന്ന് വെച്ചോ, അല്ലെങ്കിൽ എൻ്റെ ആർട്ട് കാണിക്കാൻ വേണ്ടിയുള്ള എനിക്ക് സമൂഹത്തോട് പറയേണ്ട റിഫ്ലക്റ്റ് അപ്പോൺ ചെയ്യേണ്ട കാര്യങ്ങൾ, അതൊന്നും അല്ല ഞാനിപ്പോൾ ഉണ്ട്. ഞാൻ പറഞ്ഞ ഇൻഡസ്ട്രിയെ പറ്റി. ഇൻഡസ്ട്രി നീഡ്സ് പീപ്പിൾ വിത്ത് മണി, പീപ്പിൾ ഹു ആർ വില്ലിങ് ടു പുട്ട് മണി. അവർക്ക് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ അത് മോശമല്ലേ? അതവർക്ക് തിരിച്ച് കിട്ടണം. ഒരാളെ ഇപ്പോൾ എൻ്റെ മുഖം വെച്ചിട്ട് ആ സിനിമയ്ക്ക് ഒരു വലിയ ഓഡിയൻസ് ഉണ്ടായി, അതിൽ നിന്ന് അയാൾ നന്നാവുമ്പോൾ ഞാനൊരു വാല്യൂ ഉള്ള ആർട്ടിസ്റ്റായി മാറും. ഞാൻ ചെയ്യുന്ന പടങ്ങൾ പിന്നുള്ളത് അത് എൻ്റെ സിലക്ഷൻ. എൻ്റെ ഈ മുഖം വെച്ച് ഞാനൊരു സെല്ലബിളായിട്ടുള്ള ഒരു ഫേസ് വെച്ചിട്ട് ഞാൻ എടുക്കേണ്ട പടങ്ങൾ എൻ്റെ ഉത്തരവാദിത്വമാണ്. അത്രേ ഉള്ളൂ. എന്നെ കാണാൻ വേണ്ടി ഇവിടെ ആൾ വരും, അപ്പോൾ ഞാൻ ക്രാപ്പല്ല കൊടുക്കേണ്ടത്, ഞാൻ നല്ല പൈസ പ്രൊഡ്യൂസറിന് തിരിച്ചു കൊടുക്കാൻ പറ്റിയ ആ വാല്യൂബിൾ ഫേസ് ആവുക എന്നുള്ളതാണ് സക്സസ് എന്ന് വെച്ചാൽ. പക്ഷേ ഇൻഡിവിജ്വൽ സക്സസ് എനിക്കിപ്പോൾ ഞാൻ സക്സസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അത് ഞാൻ എൻ്റെ വെക്കുന്ന യാർഡ് സ്റ്റിക്ക് പോലെ. ഐ ജസ്റ്റ് ഹാവ് ടു പ്രൂവ് ദാറ്റ് ഐ എം എൻ ആർട്ടിസ്റ്റ്, സക്സസ്ഫുൾ ആർട്ടിസ്റ്റ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ടേംസ് ഓഫ് ഇൻഡസ്ട്രി അതല്ല. അത് പൈസ ഏൺ ചെയ്ത് കൊടുക്കുന്ന, ആ ഇൻഡസ്ട്രിക്ക് വളർച്ച ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സക്സസ്ഫുൾ ആർട്ടിസ്റ്റ്. സോ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഭയങ്കര അൺസർട്ടനിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഒത്തിരി പേർക്ക് ഇതിലോട്ട് വരാനൊരു കൺഫ്യൂഷനാണ്. അപ്പം അത് വാട്ട് യു ഹാവ് ടു സേ ടു അങ്ങനത്തെ അസ്പയറിങ് പീപ്പിൾ? ഓരോരുത്തരുടെയും അനുഭവങ്ങൾ സബ്ജക്റ്റീവ് ആയതുകൊണ്ട് തന്നെ എനിക്കൊരു കോൺക്രീറ്റ് ആയിട്ടൊരു ഉപദേശം കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന സാധനമല്ല. എൻ്റെ അനുഭവം ആയിരിക്കില്ല വേറൊരാളെ. നമ്മൾ പറയില്ലേ ഭാഗ്യം എന്നൊക്കെ പറയുന്നതിന്, അതിനൊന്നും എഴുതി വെച്ച ഭാഗ്യത്തിലൊന്നുമല്ല വിശ്വസിക്കുന്നത്. നമ്മൾ എത്തിപ്പെടുന്ന സാഹചര്യങ്ങളാണ്, നമ്മൾ എത്തിപ്പെടുന്ന സാഹചര്യം, സംഘം, നമ്മുടെ സുഹൃത്തുക്കൾ, നമുക്ക് വരുന്ന കഥകൾ, ഇതെല്ലാമാണ് നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത്. അല്ലാതെ ഇവൻ ഇങ്ങനെ ആണ് എന്ന് പറഞ്ഞൊരു ഭാഗ്യത്തിൽ ഞാൻ അങ്ങനത്തെ ഒരു മിത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ വരുന്നവർക്ക് എനിക്ക് എൻ്റെ കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അവരതിൽ ഫിറ്റിനാവണമെന്നില്ല, ഞാൻ പറയുന്ന ഐഡിയോളജി, ദ ഫിലോസഫി ഓഫ് ലൈഫിൽ ഫിറ്റിനാവണമെന്നില്ല. ബട്ട് വൺ തിങ് ഐ ക്യാൻ ടെൽ ദം ഈസ് അൺസർട്ടനിറ്റി എല്ലാത്തിലും. അൺസർട്ടനിറ്റി ഈസ് എവറിവെയർ. ഇഫ് യു തിങ്ക് ദറ്റ് യു ആർ, നേരത്തെ ഞാൻ പറഞ്ഞത് കണക്ട് ചെയ്യുമ്പോൾ, ഇഫ് യു റിയലി കോൺഫിഡൻറ്റ് എനിക്കിതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും, നിങ്ങൾക്ക് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു കോമ്പറ്റീറ്റീവ് ആണെന്നൊരു തോന്നലുണ്ടെങ്കിൽ ഗിവ് ഇറ്റ് എ ട്രൈ. യു ബെസ്റ്റ് തിങ് ഈസ് യു ഗിവ് ഇറ്റ് എ ട്രൈ. ആര് കൊല്ലാനല്ലോ നിൽക്കുന്നു, ആരെ കൊല്ലാനും അല്ല പറയുന്നത്. ജസ്റ്റ് ട്രൈ യുവർ തിങ്. നിങ്ങളുടെ ബാക്കപ്പ് ഉണ്ട്, നിങ്ങൾ നിങ്ങളെ ഷാറ്ററായി പോവില്ല, നിങ്ങൾ ഫിനാൻഷ്യലി ഒരു വർഷം ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞ് പോവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ സ്കോ ഫോർ ഇറ്റ്. അതല്ല നിങ്ങളൊരു കോക്കസ് ഉണ്ടെങ്കിൽ, ഒരു ഗോഡ് ഫാദർ ഉണ്ടെങ്കിൽ, ഫെയർ ഇനഫ്, ദെൻ യു പ്രൂവ് ഇറ്റ്. ഇത് രണ്ടല്ലേ. എനിക്കതെല്ലാം ഉണ്ട്, പക്ഷെ നിങ്ങൾ കഴിവ് പ്രൂവ് ചെയ്യണം. എനിക്കൊന്നുമില്ല പക്ഷെ കഴിവുണ്ട്. രണ്ടിൻ്റെ പരിപാടി ഒന്നും തന്നെ. യു ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. കുറേ പേർക്ക് ഇൻസ്പയറിങ് ആവട്ടെ. സോ താങ്ക് യു സോ മച്ച് ഈ ഒരു ഇതിന് വിളിച്ചപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞതിനും. ആൻഡ് ബിക്കോസ് എല്ലാ ആൾക്കാരുടെയും വ്യൂസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം പലർക്കും പല ടൈപ്പ് ഓഫ് വ്യൂസ് ആയിരിക്കും. സോ ഈവൻ ഏതൊരു ആളാണെങ്കിലും ദർ വ്യൂ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഞാനും ഭയങ്കര ജോയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം. അങ്ങനെ ജോയ്ഫുൾ ആയിട്ട് നമുക്ക് എപ്പോഴും മുമ്പോട്ട് പോകാൻ പറ്റട്ടെ, ജോയിയെ പോലെ. താങ്ക് യു. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു സോ മച്ച്.